നമുക്ക് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയാലോ? നമ്മുടെ നാട്ടിലുള്ള കുറച്ച് സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് പോയി വന്നപ്പോഴാണ് ഇവിടെ അമ്മ കൊടുത്ത് വിട്ടേക്കണേ സാധനങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നാട്ടിലെന്ന് മണം കിട്ടൂല, അമ്മയുടെയും ഡാഡിയുടെയും മുറിയിലെ മണം ഉണ്ടാവില്ലേ, അതിന് നമ്മുടെ വീടിൻ്റെ മണം ഉണ്ടാവില്ലേ, അതിന് ആ കവറിൽ എന്താണോ ഉള്ളത് അതിനേക്കാളും കൂടുതൽ അതിൻ്റെ മണമാണ് എന്നെ എക്സൈറ്റ് ചെയ്യും. ഇത് വാങ്ങാൻ പോകുമ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്താ വെച്ചാൽ, എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മ സ്കൂൾ വിട്ട് വരുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴേ ഞാനും എൻ്റെ അനിയനും കൂടി പോയി ബാഗ് വാങ്ങും. എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കും അവന് ഉറപ്പാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അതിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സ്കൂളിലെ പിള്ളേർ കൊടുത്ത മിഠായി ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാഫ് മീറ്റിങ്ങിനുണ്ടായ പപ്സ് ആയിരിക്കും, അല്ലെ PTA മീറ്റിങ്ങിന് കിട്ടിയ ലഡ്ഡു ആയിരിക്കും. എന്താണേലും അമ്മ കഴിക്കാണ്ടത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അത് ഒരെണ്ണല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ടീച്ചർക്ക് ഒരെണ്ണല്ലേ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന എന്താണേലും ഞങ്ങൾ രണ്ടുപേരുള്ള കാരണം പകുതിയാക്കി കഴിക്കണം. ഉള്ള റൂൾ എന്താ വെച്ചാൽ, ആരാണോ പകുതിയാക്കണേ മറ്റേ ആൾക്ക് ഡിസൈഡ് ചെയ്യാം ഏത് പോർഷൻ ആർക്ക് എടുക്കണം എന്നുള്ളത്. നിങ്ങളായിരിക്കും ചെറുപ്പത്തിലെ കാര്യമാകുന്നത്. അല്ല, ഞാൻ ഇവിടേക്ക് പോരുന്നതിന് തൊട്ട് മുന്നേ വരെ ഇതായിരുന്നു സ്ഥിതി. ഞാൻ പോരുന്നതിന് തൊട്ട് മുന്നേ അമ്മ റിട്ടയർ ആയി. അപ്പോഴും അമ്മ അമ്മയുടെ വീട്ടിൽ പോയി അല്ലെ ബാങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് അതിൽ എന്തെങ്കിലും ഉണ്ടാവും. ആ ബാഗ് ഞങ്ങൾ വാങ്ങിയെടുക്കും. അപ്പം നമ്മുടെ അമ്മ പറയേ, നമ്മളെ കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മളെ അന്വേഷിച്ച് വന്നില്ലെങ്കിലും ബാഗ് അന്വേഷിച്ചാലും വന്നോളും നമ്മുടെ മക്കൾ. അതുകൊണ്ട് നാട്ടിലെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് കവറിരുന്ന് മണക്കണം. അമ്മയുടെ മണവും നമ്മുടെ വീടിൻ്റെ മണം എല്ലാം അതിൽ ഉണ്ടാവില്ലേ. പക്ഷെ അതിനകത്ത് എന്താന്ന് മാത്രം ചോദിക്കരുത് കേട്ടോ, അത് പറയാൻ പറ്റില്ല, പരസ്യമായിട്ട് കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളായിരുന്നു. അങ്ങനെ ആ കവർ കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ മണക്കാൻ തുടങ്ങിയിട്ട് മണത്ത് ആ കവറിലുണ്ടായ സകല മണവും ഞാൻ വലിച്ചെടുത്തു. അതിൻ്റെ ആത്മാവിന് വരെ ഞാൻ മണത്തെടുത്തു. അതിന് പിറ്റേ ദിവസം കാലത്ത് വിളിച്ചപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കല്യാണൻ്റെ കവറിന് നല്ല മണമായിരുന്നു, എനിക്ക് വീട്ടിലെ മണമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഏത് കവറ്? ഞാൻ കവറിലൊന്നും ഇട്ടല്ല കൊടുത്തയച്ചേന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇനിയിപ്പോൾ എന്തായാലും ആവട്ടെ, വീട്ടിലെ മണമല്ലെങ്കിലും നാട്ടിലെ മണയിലും കിട്ടിയെന്ന് വിചാരിക്കാം അല്ലേ.